എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എല്ലാം വിട്ടിട്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രാജ്യവും ആൾക്കാരും എല്ലാം വിട്ടിട്ട് അദ്ദേഹം പുഷ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇത് രാജാവിന്റെ പേരും പുഷ്കര എന്നാണ്, പക്ഷെ വേറൊരു പുഷ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം പോയി ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. രാജ്യത്തുള്ള തന്നെ പുഷ്കര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹത്തിന്റെ മകന് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ അവിടെ പോയി അദ്ദേഹം എന്ത് ചെയ്യാണ്? ധ്യാനത്തിനിരിക്കുകയാണ്. അതായത് ഭഗവാന്റെ നാരായണ, അതായത് സന്യാസി അല്ലെങ്കിൽ ആ ഭക്തൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ധ്യാനത്തിലിരിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരവും എന്ത് ചെയ്യാൻ പോവാണ്? ഭഗവാന്റെ നാമത്തിന്റെ ആ ഒരു, കാരണം അദ്ദേഹം എല്ലാ മിനിറ്റും എല്ലാ സെക്കൻഡും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഭക്തി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം എല്ലാം ഭഗവാനിൽ തന്നെ പൂർണ്ണമായിട്ട് ലയിക്കത്തക്ക രീതിയിലായി. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു അസുര, അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വേറൊരാൾ പുറത്തു വരാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിൽ നിന്ന് വേറൊരാൾ പുറത്തു വരാണ്. അയാളാണെങ്കിലോ ഭയങ്കര ചുവന്ന കളറില്, ചുവപ്പും കറുപ്പ്, അതായത് ചുവന്ന മുടിയും, ഒരു അസുരനെ പോലെയാണ് ഇരിക്കുന്നത്. അതായത് വലിയ കൊമ്പൊക്കെ ഉള്ള ഒരു അസുരനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഈ ഇദ്ദേഹത്തിനെ കണ്ടുടനെ ഈ പുഷ്കര എന്ന് പറയുന്ന രാജാവ് ചോദിച്ചു, അങ്ങ് ആരാണെന്ന് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, അതായത് ഈ അസുരനായിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നീ ആരാണ്? ഞാൻ എന്തിനാണ് നിന്നോട് ക്ഷമിക്കണേന്ന് ചോദിക്കും. അപ്പൊ പറയണം, ഞാൻ അങ്ങയുടെ തന്നെ ഉള്ളിലുള്ള അസുരിക ശക്തിയാണ്, അതായത് അങ്ങയുടെ ഉള്ളിലുള്ള അസുര ശക്തിയാണ് ഞാൻ. അപ്പോ അങ്ങ് കഴിഞ്ഞ ജന്മത്തില് രാജാവ് വസു എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഈ രാജാവിന്റെ കഴിഞ്ഞ ജന്മത്തില് വസു എന്ന് പറയുന്ന വേറൊരു രാജാവായിരുന്നു. അങ്ങ് എന്ത് ചെയ്തെന്ന് വെച്ചാല്, അങ്ങ് ആ രാജ്യത്തും വലിയ രാജകീയ ഇതൊക്കെയുള്ള അതായിരുന്നു. അപ്പൊ അങ്ങയുടെ ഭാര്യയ്ക്ക് വേണ്ടി, വസു എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ, നാരായണി എന്ന് പറഞ്ഞൊരു ഭാര്യയുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്, ആ കഴിഞ്ഞ ജന്മത്തില്. അപ്പൊ ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് മാനിനെ വേട്ടയാടാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെ മാനിനെ വേട്ടയാടുന്ന സമയത്ത് അങ്ങ് ഒരു മാനിനെ കണ്ടിട്ട് കാട്ടിൽ പോയി ഒരു മാനിനെ കണ്ടങ്ങ് അമ്പെയ്തു. പക്ഷെ അത് ഒരു ഋഷിയായിരുന്നു, അതായത് ഒരു ഋഷിയായിരുന്നു. അദ്ദേഹം മാനിന്റെ രൂപത്തിൽ കാട്ടിൽ നടക്കുകയായിരുന്നു, ഒരു ഋഷിയായിരുന്നു അത്. അപ്പൊ അങ്ങ് ഭയങ്കര സന്തോഷത്തിൽ, മാനിനെ അമ്പെയ്തെന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അതൊരു മാനല്ല, അതൊരു ഋഷിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങ് അതൊരു ബ്രാഹ്മണനാണ്, ഋഷി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണനെ വധിച്ച ആ ഒരു കുറ്റബോധം അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രാഹ്മണനെ കൊല്ലുന്നതും അതുപോലെ തന്നെ പശുവിനെ കൊല്ലുന്നതും സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നതൊക്കെ വലിയ വലിയ തെറ്റാണ്. അതായത് എത്ര ജന്മങ്ങൾ എടുത്താലും നമുക്ക് ഈ തെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷ അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം അങ്ങയ്ക്കും ഭയങ്കര കുറ്റബോധവും കാര്യങ്ങളും വന്നിട്ട് അങ്ങ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം വെടിഞ്ഞ് അങ്ങ് ഭഗവാനെ തന്നെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ അങ്ങ് എന്ത് ചെയ്തു, ഈ ബ്രാഹ്മണന്റെ കുറ്റം ആ ഒരു വിഷമത്തിൽ അങ്ങ് രാജ്യമൊക്കെ വെടിഞ്ഞ് അങ്ങ് വേറൊരു സ്ഥലത്ത് പോയിരുന്ന ചുമ്മാ ഭഗവാനെ തന്നെ ധ്യാനിക്കാന്ന് വിചാരിച്ച് അങ്ങ് ഈ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങിങ്ങനെ നാരായണാന്ന് ജപിക്കുന്നുണ്ട്, പക്ഷെ അങ്ങക്ക് ആ മന്ത്രത്തിന്റെ അതായത് ആ മന്ത്രത്തിന്റെ ശക്തി എന്താണെന്ന് അങ്ങക്ക് അറിയില്ല, പക്ഷെ അങ്ങ് ഇത് തന്നെ ജപിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങയുടെ ഉള്ളിൽ നിന്നും എനിക്ക് പുറത്തു വരേണ്ടി വന്നു. അങ്ങ് നാമം ജപിച്ചു തുടങ്ങിയപ്പോ അങ്ങയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്തു വരേണ്ടി വന്നു. കാരണം നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അസുരിക ശക്തിക്ക് ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്തു വരേണ്ടി വന്നു. അപ്പൊ എനിക്ക് ദേഷ്യമായി, അങ്ങയുടെ അടുത്തേക്ക് ദേഷ്യമായി. അപ്പൊ എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. കാരണം ആ സമയമായപ്പോഴത്തേക്കും അങ്ങ് സ്വന്തമായിട്ടുള്ള കുറ്റബോധത്തിലും അങ്ങ് മരിച്ചു വീഴാണ്. പക്ഷെ മരിക്കുന്ന സമയത്ത് അങ്ങ് നാരായണനെ അല്ല വിചാരിച്ചത്, പകരം അങ്ങയുടെ ഭാര്യയായ നാരായണിയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങക്ക് എന്ത് കിട്ടി? സ്വർഗത്തിലോട്ട് പോവാനുള്ള ഇത് കിട്ടി. കാരണം അങ്ങ് ഭഗവാന്റെ നാമം ജപിച്ചു, അതുകൊണ്ട് അങ്ങക്ക് സ്വർഗത്തിലോട്ട് പോവാനുള്ള ഇത് കിട്ടി.
പക്ഷെ അങ്ങ് സ്വർഗത്തിൽ പോയ സമയത്ത് എനിക്ക് സ്വർഗത്തിലോട്ട് കയറാൻ പറ്റില്ല. ഒരിക്കലും അസുരക ശക്തിക്ക് സ്വർഗത്തിലോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങ് അടുത്ത ജന്മം ജനിക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അങ്ങനെയാണ് ഈ ജന്മത്ത് അങ്ങ് പുഷ്കര എന്ന് പറയുന്ന രാജാവായിട്ട് ജനിച്ചത്. ആ സമയത്ത് അങ്ങ് ജനിച്ച സമയത്ത് ഞാൻ അങ്ങയുടെ ഉള്ളിൽ കയറി, അതായത് അങ്ങയുടെ മുടിയിൽ അല്ലെങ്കിൽ തലയിൽ കയറി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അതുപോലെയാണ് അങ്ങ് ചെയ്തത്. പക്ഷെ എവിടെ അങ്ങ് വീണ്ടും ഭഗവാന്റെ നാമം കണ്ടുപിടിക്കുകയും അതിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട് അങ്ങ് വീണ്ടും ജപിക്കാൻ തുടങ്ങുകയും ചെയ്തോ, അപ്പൊ തൊട്ട് എനിക്ക് അങ്ങയുടെ ഉള്ളിലോട്ട് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അതിന്ന് പുറത്ത് ഭഗവാൻ തന്നെ അങ്ങയുടെ ഉള്ളിൽ നിന്നും എന്നെ വെളിയിലോട്ട് എടുത്ത് കളഞ്ഞു. അങ്ങയുടെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് എടുത്ത് കളഞ്ഞു. അപ്പൊ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങ് എനിക്ക് മോക്ഷം തന്ന് എന്നെ വിടണം. കാരണം അങ്ങയുടെ ഉള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് മോക്ഷം കിട്ടാൻ പറ്റുള്ളൂ. ആ നാമം ജപിച്ച് അങ്ങ് ഭഗവാന്റെ നാമം ജപിക്കുമ്പോ അത് എനിക്കും കേൾക്കുന്നുണ്ട്. ആ നാമം ജപിച്ച് അങ്ങും എനിക്ക് മോക്ഷം തരണം എന്ന് പറയും. അപ്പൊ ഇത് ശരിയാണ്. കാരണം നമ്മളിപ്പോ ഡിവോഷണൽ സർവീസിൽ ഡിവോട്ടി ആയി കഴിയുമ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നവരുണ്ട്. ഡിവോട്ടി ആയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഡിവോഷണൽ സർവീസ് ഒരുപാട് കഴിഞ്ഞാവുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ മരണസമയത്ത് ഭഗവാനെ വിചാരിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അവരൊക്കെ ഭക്തി മാർഗത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചവരാണ്, അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലാണെങ്കിൽ അടുത്ത ജന്മം അവരൊരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കും. അത് 3 രീതിയിൽ ജനിക്കാം. ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയാ വെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വലിയ കുടുംബത്തിൽ ജനിക്കാം, അല്ലെങ്കിൽ ഒരു ഭക്തന്റെ വീട്ടിൽ ജനിക്കാം. ഈ 3 കാര്യങ്ങളായിരിക്കും, 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവർ ചെയ്യുക. അപ്പൊ ഈ കഴിഞ്ഞ ജന്മത്തില് ഈ പുഷ്കര എന്ന് പറയുന്ന രാജാവ് ഭഗവാന്റെ നാമം ജപിച്ചു. പക്ഷെ അത് എത്രത്തോളം അറിഞ്ഞല്ല ജപിച്ചതെങ്കിലും അടുത്ത ജന്മവും അദ്ദേഹത്തിന് ഒരു മനുഷ്യ ജന്മം കിട്ടുകയും മാത്രമല്ല അതില് ഭഗവാന്റെ ഭക്തി. അപ്പൊ നമ്മുടെ അടുത്ത ജന്മത്തിൽ ഉറപ്പായിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാൻ അടുത്തേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു അസുരിക ശക്തി ഉണ്ട്. ആരുടെ ഉള്ളിലല്ലേ നല്ല ശക്തിയുണ്ട്, ചീത്ത ശക്തിയുണ്ട്. അപ്പൊ ഈ അസുരിക ശക്തിയുണ്ട്. ഇത് ആണ് നമ്മളെ എന്താ പറയാ ദേഷ്യം കാരണം, അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ നമ്മൾ ഓരോരുത്തരടുത്ത് ഓരോന്ന് പറയിപ്പിക്കലും നമ്മൾ ഓരോന്ന് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഓർക്കില്ല, കാരണം ഇതാണ് ഇരുന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുക, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു നമ്മൾ ആലോചിക്കും. കാരണം അപ്പൊ നമുക്ക് നമ്മുടെ ബോധം തിരിച്ചു കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നത്. ആ സമയം വരെ അതിന്റെ ഉള്ളിൽ അതിന്റെ കൺട്രോളിലായിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷെ ഭഗവാന്റെ നാമം ജപിച്ച് ഇതിനെ നമുക്ക് പുറത്ത് കടത്തിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഭഗവാന്റെ നാമം എപ്പോഴാണോ നമ്മുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം എപ്പോഴാണോ നമ്മൾ ജപിക്കാൻ തുടങ്ങുന്നത്, ആ സമയത്ത് നമ്മുടെ ബോഡിയിലും ചുറ്റുമുള്ള ഒരു അസുരിക ശക്തി അല്ലെങ്കിൽ ഒരു അഴുക്ക ശക്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ നാമം അതിനെ എല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാജാവ് വസു ഇദ്ദേഹത്തിന്, അതായത് ഈ അസുരിക ശക്തി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന അസുരിക ശക്തിക്ക് എന്ത് ചെയ്യാണ്, മോക്ഷം കൊടുക്കുകയാണ്. അദ്ദേഹത്തിനോട് ഭഗവാന്റെ നാമം ജപിച്ച് ആ അസുരിക ശക്തി പോലും ഭഗവാന്റെ ഭക്തനായി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ധർമ്മവ്യാത്ത എന്ന് പറഞ്ഞൊരു പേരും കിട്ടാണ്. അദ്ദേഹം പോലും ഭഗവാന്റെ ഭക്തനായെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മോക്ഷം കിട്ടണം. അപ്പൊ നമ്മളും നമ്മുടെ ഉള്ളിലുള്ള അസുരിക ശക്തി, അത് അഹങ്കാരമായിക്കോട്ടെ അല്ലെങ്കിൽ അസൂയ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് അസുരിക ശക്തികൾ ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് നമ്മൾ കലിയുഗത്തിൽ ജനിച്ച ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമുക്ക് പുറത്ത് കടത്തിക്കണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ഓരോ കാര്യത്തിൽ ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിച്ചുകൊണ്ടേയിരിക്കും. അത് മാറ്റണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കും. കാരണം ഭഗവാന്റെ നാമത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ അസുരിക ശക്തി ഇദ്ദേഹത്തിനെ പുറത്ത് കടന്ന പോലെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ആ അസുരിക ശക്തിക്ക് എന്ത് കിട്ടും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അപ്പൊ അതാണ് ഒരു കഥ. പിന്നെ അതേപോലെ തന്നെ ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുമ്പോ നമുക്ക് അറിഞ്ഞുകൂടാതെ നമ്മൾ ജപിക്കാം, അറിഞ്ഞുകൊണ്ട് ജപിക്കാം. പക്ഷെ ഇപ്പൊ ചിലപ്പോ ആൾക്കാർ തെറ്റിച്ച് ജപിക്കാറുണ്ട്, നമ്മൾ നാമം തെറ്റിച്ച് ജപിക്കാറുണ്ട്. അപ്പൊ അവരടുത്തൊക്കെ നമ്മള് എന്താ പറയാ പറഞ്ഞു കൊടുത്താലും അവരത് കേൾക്കാതെ അതേപോലെ തന്നെ ജപിക്കാറുണ്ട്. പക്ഷെ അവർ ജപിക്കുന്നത് ഭഗവാന്റെ നാമമാണ്, ആ നാമത്തിനാണ് പ്രാധാന്യം. അപ്പൊ ഒരു രാജ്യത്ത്
രണ്ട് രാജകുമാരിമാരുണ്ടായിരുന്നു. അതായത് ഒന്ന് അവിടുത്തെ യഥാർത്ഥ രാജാവിന്റെ രാജകുമാരിയാണ്. രണ്ടാമത് ഈ ഒരു രാജ്യത്ത് തന്നെ ചെറിയ ചെറിയ അതിന്റെ കീഴിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അതായത് എന്താ പറയാ, ഇപ്പൊ ഇവിടെ തന്നെ ഈ രാജാവിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ടാവൂലേ, അതേപോലെ ഈ രാജാവിന്റെ കീഴിൽ കുറെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത് വലിയ രാജ്യമാണ്. അപ്പൊ ആ കീഴ രാജ്യങ്ങളിൽ ഒരു രാജാവിന്റെ മകളാണ്. അപ്പൊ ഇത് ഒരാള് മുസ്ലിമും ഒരാള് ഹിന്ദുവുമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് രാജകുമാരിമാരും കൊച്ചിലെ തൊട്ട് ഭയങ്കര എന്താ പറയാ കൂട്ടുകാരികളാണ്. അപ്പൊ എപ്പോഴും മറ്റേ രാജാവ് കൊട്ടാരത്തിലോട്ട് വരുന്ന സമയത്ത് ഇവരെന്തെന്ന് വെച്ചാല് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കുകയും കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പൊ ഇവർക്ക് അങ്ങനെ ഇവര് വേറെ വേറെ മതമാണ്, ജാതിയാണ്, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇവർക്കില്ലായിരുന്നു. അപ്പൊ ഇവര് ഭയങ്കര സന്തോഷത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു സന്യാസി അങ്ങോട്ടേക്ക് വരുന്നത്, ഈ രാജ്യത്തോട്ട് വരുന്നത്. അപ്പൊ ഈ സന്യാസിയുടെ കയ്യിൽ സാളഗ്രാമ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സന്യാസി ഒരു ഭയങ്കര വലിയ ഭക്തനാണ്, പേര് കേട്ട ഒരു വലിയ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഈ സന്യാസി വന്ന സമയത്ത് രാജാവ് എന്തെയാണ്, പേഴ്സണലി പോയി രാജാവ് തന്നെ സ്വന്തമായി പോയി ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് രാജകൊട്ടാരത്തിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ വലിയ സന്യാസിയായിട്ടുള്ള ഭക്തൻ ഇതേ രാജകൊട്ടാരത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എല്ലാ ദിവസവും, നമുക്കറിയാം സാളഗ്രാമ വിഗ്രഹം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ അഭിഷേകം ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഇത് ഈ രാജാവിന്റെ തന്നെ കൊട്ടാരത്തിന്റെ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ഒരു സാളഗ്രാമം അവിടെ വച്ച് അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഈ രാജകുമാരിമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹം അറിയാതെ ഈ വിഗ്രഹങ്ങൾ, അതായത് ഈ സാളഗ്രാമ വിഗ്രഹത്തെ ഈ അഭിഷേകം ചെയ്യുന്നതെല്ലാം ഈ രാജകുമാരിമാര് രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഭഗവാന്റെ അവർക്ക് അറിയില്ല എന്താണ് ആ കല്ലിന് എന്താണ് പ്രാധാന്യമുള്ളത്, ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്കും അഭിഷേകം ചെയ്യാനുള്ള അവസരം തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം സന്തോഷത്തോടു കൂടി അത് കൊടുക്കണം. കൊച്ചു കുട്ടികളാണ്, അപ്പൊ സന്തോഷത്തോടെ അത് കൊടുക്കുകയാണ്. അങ്ങനെ അവരെ അഭിഷേകം ചെയ്യാണ്. എന്നിട്ട് അവര് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാണ്. കാരണം ഇവരെല്ലാം നേരത്തെ കണ്ടു പഠിച്ച് ഇവരെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അതായത് ഈ ഭക്തരെയും നന്നായിട്ട് ഇവര് നോക്കുകയാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് ഇവര് നോക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ഈ സാളഗ്രാമം അപ്പൊ ഈ ഓരോ ദിവസം ഈ ഭക്തൻ അവിടെ കുറെ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ദിവസം കൂടുന്തോറും ഈ സാളഗ്രാമത്തിനോട് ഇവരുടെ ഉള്ള സ്നേഹം കൂടി വരാൻ. കാരണം ഇവർക്ക് അത് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവരത് നന്നായിട്ട് ഭഗവാനാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഭഗവാനാണെന്ന്. അതുകൊണ്ട് ഇവര് നല്ല ഭക്തിയോടുകൂടി രണ്ടുപേരും ഈ സാളഗ്രാമത്തെ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് പോവാൻ സമയം, എന്താ പറയാ സന്യാസിക്ക് അവിടെ രാജ്യത്ത് നിന്ന് പോയി അടുത്ത അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം. അപ്പൊ ഇതേ പോവാണ്. അപ്പൊ ഈ രണ്ട് രാജകുമാരിക്കുമാർക്കും ഭയങ്കര വിഷമമാണ്. കാരണം ഇത്രയും ദിവസം ആ സാളഗ്രാമത്തിനാണ് ഇവർ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത് അവർക്ക് വേണം എന്ന് പറയണം. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ പോയിട്ട് ആ സന്യാസി എടുത്ത് പറയണം, ഞങ്ങൾക്കും ഓരോ സാളഗ്രാമം. കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സാളഗ്രാമങ്ങളുണ്ട്, ഒന്നല്ല ഒരുപാട് എണ്ണം ഉണ്ട്. ഞങ്ങൾക്കും ഈ സാളഗ്രാമ വിഗ്രഹം ഓരോന്ന് തരുമെന്ന് ചോദിക്കാണ്. അപ്പൊ ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഇവര് കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്. ഇവർക്ക് സാളഗ്രാമം എന്താണ്, അതിന്റെ മഹാത്മ്യവും കാര്യങ്ങളൊന്നും ഇവർക്ക് അധികം അറിഞ്ഞൂടാ. അപ്പൊ സാളഗ്രാമം കൊടുത്താൽ ഇവർക്ക് നേരെ നോക്കാനും പറ്റില്ല. പക്ഷെ രണ്ടുപേരും രണ്ട് ചെറിയ കുട്ടികളായത് കൊണ്ട് തന്നെ, മാത്രമല്ല ഇത്രയും ദിവസം ഇവര് നന്നായിട്ട് ഇദ്ദേഹത്തിനെ നോക്കിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹം അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് അവിടെ കിടന്ന രണ്ട് വലിയ കല്ല് അവിടെ കിടന്ന കഴുകി ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. സാളഗ്രാമം എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. കാരണം ഇദ്ദേഹം വിചാരിച്ചു ആ കുട്ടികൾക്ക് കണ്ട കല്ലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഇത് പൊക്കോളും എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷെ
ഈ കുട്ടികൾക്ക് ശരിക്കും ആ കല്ലിനോടുള്ള ഭക്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കര സന്തോഷത്തിൽ, ആ കല്ല് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷത്തിൽ അത് മേടിക്കുകയാണ്. എന്നിട്ട് ഇവരത് നോക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്ക് ഓരോ കല്ല് വീതമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവരെന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹം ചെയ്യുന്നത് പോലെ രണ്ട് കല്ല് ഒരുമിച്ച് വെച്ച് അഭിഷേകം ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണം, പ്രസാദം ഓഫർ ചെയ്യാണ്, എല്ലാം നന്നായിട്ട് ചെയ്യാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോവാണ്. ഈ കല്ലിനെ അവർ അത്രയും ദിവസം, അതായത് സാളഗ്രാമമാണോ എന്നോ ഒന്നും അവർക്ക് അറിയില്ല, പക്ഷെ അവരത് ആ കല്ല് ഭഗവാനാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം ചെയ്യാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ രാജാവ് അതായത് ഈ രാജകുമാരിമാര് വലുതാവാണ്, വലിയ രാജകുമാരിമാരാണ്. അങ്ങനെ വിവാഹപ്രായത്താണ്. വിവാഹപ്രായം എത്തിയ സമയത്ത് ഈ യഥാർത്ഥ വലിയ രാജാവിന്റെ മകളായ രാജകുമാരിക്ക് ഒരു രാജകുമാരന്റെ കയ്യിൽ നിന്ന് വിവാഹത്തിന്റെ ഇത് വരാണ്. അങ്ങനെ രാജാവ് സമ്മതിച്ച് അവരെ വിവാഹം കഴിപ്പിക്കുകയാണ്. പക്ഷെ ഈ രാജകുമാരിക്ക് ഇതിനോട് ഇഷ്ടമല്ല. കാരണം രാജകുമാരിക്ക് ഈ അതായത് ഭഗവാനിനോടാണ് താല്പര്യം. അപ്പൊ വേറെ കല്യാണം അങ്ങനെ കഴിക്കണം എന്ന് ഈ രാജകുമാരിക്ക് ഇഷ്ടമല്ല. ഭഗവാന്റെ കൂടെ എപ്പോഴും ഇരിക്കണം, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഈ രാജകുമാരിക്ക് താല്പര്യം. അപ്പോ ഇത് പോകുന്ന സമയത്ത്, വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ രണ്ടുപേരും കൊച്ചിലെ തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്ത് രാജാവ് പറയുന്നതാണ് എല്ലാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, മറ്റേ രാജകുമാരി ഒരു വലിയ ബോക്സിൽ ഈ ഒരു സാളഗ്രാമത്തെ എടുത്ത് മാറ്റി ഇവരുടെ കൊടുക്കുകയാണ്. ഈ രാജകുമാരി സന്തോഷത്തോടെ ആ ബോക്സ് കയ്യിൽ വെച്ച് ഇരിക്കുകയാണ്. കാരണം ഈ ബോക്സിലാണ് ആ രാജകുമാരിയുടെ എല്ലാം, വേറെ ഒന്നും ആ രാജകുമാരിക്ക് വേണ്ട. ഈ ബോക്സിൽ എന്താണുള്ളത്, അതൊരു കല്ലാണ്. അത് മാത്രമല്ല, അത് സാളഗ്രാമ കല്ലല്ല, വെറുതെ എവിടെയോ കിടന്നൊരു ചെറിയ കല്ലെടുത്തുകൊണ്ട് തന്നെ ഈ രാജകുമാരി പോവാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇവര് പോവാണ് മറ്റു രാജ്യത്തോട്ട്, അതായത് ഈ രാജകുമാരന്റെ രാജ്യത്തോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അറിയാലോ, ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഇതൊന്നുമില്ല, ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അല്ലെങ്കിൽ രാജകുമാരൻ കുതിരയിൽ പോവും, പിന്നെ ഭടന്മാര് ചുറ്റും ഉണ്ടാവും. രാജകുമാരി മറ്റേ ഒരു കാരിയർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതായത് രഥം പോലത്തെ ഒരു ഇത്, അതില് പല്ലക്ക് പോലത്തെ ഒരു ഇതിൽ, അതിലാണ് രാജകുമാരി പോകുന്നത്. അപ്പൊ രാജകുമാരിയുടെ മനസ്സ് ഭയങ്കര വിഷമമാണ്. മാത്രമല്ല ഈ എന്താ പറയാ, ആ സാളഗ്രാമത്തിന്റെ ആ ബോക്സ് കയ്യിൽ വെച്ചത് ഇങ്ങനെ തുറന്ന് നോക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവാണ്. അപ്പോ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, പക്ഷെ ഈ രാജകുമാർ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ബ്രേക്ക് എടുക്കുമല്ലോ, എപ്പോഴും ഇങ്ങനെ കുതിരയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത രാജ്യത്തിലോട്ട് പോകുന്നത്. അപ്പൊ എടുക്കുന്ന സമയത്ത് ഈ രാജകുമാരിയോട് സംസാരിക്കാൻ നോക്കും. പക്ഷെ ഈ രാജകുമാരി എന്ന് വെച്ചാൽ ഈ രാജകുമാരനോട് അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പൊ ഈ രാജകുമാരി മനസ്സിലായി എന്തോ ഒരു കാര്യം ഈ രാജകുമാരിനെ അകറ്റുന്നുണ്ട്, എന്തോ ഒരു കാര്യം അകറ്റുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ ഒരു ബോക്സ് ഉണ്ട് രാജകുമാരിയുടെ കയ്യിൽ. അതിനകത്ത് എന്തോ ഒരു കല്ലുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. പക്ഷെ രാജകുമാരി ആ കല്ലിൽ നോക്കി കരയുന്നുണ്ട്. ആ കല്ലിലാണ് എപ്പോഴും തന്നെ ശ്രദ്ധ നടത്തുന്നത്. അപ്പൊ രാജകുമാരന് മനസ്സിലായി ഈ കല്ലാണ് തങ്ങളെ ഈ രാജകുമാരിയിൽ നിന്ന് അകറ്റുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് അന്ന് തന്നെ ഇവര് അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു സ്ഥലത്ത് നിർത്തുന്ന സമയത്ത് ഈ രാജകുമാരൻ അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ സേവകന്മാരുള്ള അങ്ങനത്തെ ആൾക്കാരോട് പറയും ഈ രാജകുമാരിയെ കുറച്ചു നേരത്തേക്ക് അതായത് ഒന്ന് അകറ്റി നിർത്താൻ പറയാം, കല്ലിന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്താൻ പറയും. അങ്ങനെ ഈ രാജകുമാരി എന്ത് ചെയ്യും, അപ്പൊ ഇവര് പോയിട്ട് ഈ രാജകുമാരിയോട് ഓരോന്നിങ്ങനെ സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ആ ഒരു സമയത്തേക്ക് ആ രാജകുമാരി അവരോട് തിരിച്ച് മറുപടി പറയുന്ന സമയം കൊണ്ട് ഈ രാജകുമാരൻ ആ കല്ല് അല്ലെങ്കിൽ ആ ബോക്സിനെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴ അല്ലെങ്കിൽ ഒരു നദിയിലോട്ട് ഇങ്ങനെ വലിച്ചെറിയും. ഈ വലിച്ചെറിയുന്നത് മാത്രം ഈ രാജകുമാരി കണ്ടു. അപ്പൊ ഈ രാജകുമാരിക്ക് വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് അവിടുന്ന് ഓടിപ്പോയി അവിടെ പോയിരുന്ന് കരയാണ്. എന്നിട്ട് പറയണം, ഞാൻ ഇനി വരുന്നില്ല, ഞാനും ഭഗവാന്റെ കൂടെ ഞാനും പോകണം. കാരണം ആ ഒരൊറ്റ കല്ലേ ഉള്ളു. അപ്പൊ ഇതിനെ പോയി എങ്ങനെ കണ്ടുപിടിക്കുക, അപ്പൊ ഞാനും ഇനി ഭഗവാന്റെ കൂടെ പോകണം ഞാൻ. അപ്പൊ രാജകുമാരൻ ചോദിക്കാൻ, നീ എന്താ പറയുന്നത്, അതൊരു കല്ലല്ലേ, വെറും ഒരു ചെറിയ കല്ലല്ലേ. പിന്നെ ആ രാജകുമാരന്റെ വിഷമമാണ്, കാരണം രാജകുമാരി ഭയങ്കരമായിട്ട് കരയാണ്. ഒരു ചെറിയ കല്ലല്ലേ, ഞാൻ നിനക്ക് എത്ര കല്ല് വേണമെങ്കിലും വരാം, നമുക്ക് രാജ്യത്തോട്ട് പോവാം, എന്നിട്ട് ഞാൻ നിനക്ക് എടുത്തു തരാന്ന് പറയാം. അപ്പൊ രാജകുമാരി പറയാണ്, ഇല്ല ഞാൻ വരില്ല, ഞാനും ഇവിടെ തന്നെ നിന്നോളാം, ഞാനും എന്റെ ജീവൻ ഇവിടെ തന്നെ ഈ പുഴയിൽ എന്റെ ആ കല്ല് വീണെടുത്ത് തന്നെ എന്റെ ജീവനും പൊക്കോട്ടെ എന്ന് പറയണം.
അപ്പൊ രാജകുമാരൻ ദേഷ്യം വരെയാണ്. എന്നിട്ട് പറയാണ്, ശരി, നിനക്ക് അത്രയും നിന്റെ കല്ലിനോട് അത്രയും സ്നേഹമാണെങ്കിൽ, അതിന് അത്രയും മഹാത്മ്യം ഉണ്ടെങ്കിൽ ആ കല്ല് പൊങ്ങി വരട്ടെ, നിന്റെ ഇതിനെ പൊങ്ങി വരട്ടെ എന്ന് പറയണം. അപ്പൊ ഈ രാജകുമാരി ഭഗവാൻ എടുത്ത് കണ്ണടച്ചു. കാരണം രാജകുമാരിക്ക് അറിയില്ല, ഭഗവാന്റെ കാര്യങ്ങൾ അറിയില്ല, സാളഗ്രാമമാണെന്ന് അറിയില്ല, അത് സാളഗ്രാമം പോലും അല്ല ആ കല്ല്. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കല്ല് പൊങ്ങി വരാണ്. പൊങ്ങി വരാൻ മാത്രമല്ല, ഇത് പൊങ്ങി വന്നിട്ട് ആ കല്ല് പൊങ്ങി മുകളിലോട്ട് വരാണ്. മാത്രമല്ല, അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ കല്ല് ഭഗവാന്റെ ഒരു ശില്പമായിട്ട് മാറാണ്. അപ്പൊ ആ കല്ല് എന്നിട്ട് രാജകുമാരിയുടെ അടുത്ത് രാജകുമാരിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഒഴുകി വരാണ്. അപ്പൊ രാജകുമാരിക്ക് മനസ്സിലായി തന്റെ കല്ലാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കരയാണ്. എന്നിട്ട് പറയാണ്, കണ്ണ, എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളോട് വരുന്നില്ല, പൊക്കോളും, ഞാൻ ഇവിടെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തോളാന്ന് പറയും. രാജകുമാരനും തന്റെ തെറ്റും മനസ്സിലായി. എന്നിട്ട് രാജകുമാരിയുടെ കാല് വീണിട്ട് പറയാണ്, ഞാൻ ഇനി മുതല് നിന്റെ സേവകനായിരിക്കും, നീ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു നിന്റെ കൂടെ നിന്റെ സേവകനായിരിക്കും, ഞാനും നിന്റെ കൂടെ ഭഗവാന് ഇത് ചെയ്യാൻ സഹായിക്കാം, നമുക്കിപ്പൊ രാജ്യത്തോട്ട് പോവാം, ഞാൻ ഇനി ഒന്നും പറയില്ല, നിന്റെ കൂടെ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ ഞാനും ചെയ്യാമെന്ന് പറയാം. അപ്പൊ ഈ രാജകുമാരിക്ക് സന്തോഷമാവണം. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ തിരിച്ച് രാജ്യത്തോട്ട് പോയി ആ കല്ല് അതേപോലെ ആ ഒരു ഇതിനെ നോക്കുകയാണ്. ഭഗവാന്റെ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ആ കല്ല് സാളഗ്രാമമല്ല എന്നുള്ള ഒരു ഇത് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഭഗവാന് നമ്മൾ എത്ര ഇത് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഒരാള് ചിലപ്പോ ഒരു ഫ്രൂട്ട് ആയിരിക്കും കൊണ്ടുപോകുക, എന്നാൽ ഇപ്പുറത്തെ ആള് 1 കിലോ ഫ്രൂട്ട് ആയിരിക്കും കൊണ്ടുപോകുക. പക്ഷെ ഭഗവാന് രണ്ടും നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ്. കാരണം ഇപ്പൊ രണ്ടുപേർക്കും ഒരു ഭക്തിയാണുള്ളെങ്കിൽ ഭഗവാൻ അത് രണ്ടും ഒന്നാണ്. പക്ഷെ ചിലപ്പോ ഈ ഒരു ആപ്പിൾ കൊണ്ടുപോയ ആൾക്കായിരിക്കും ഭക്തി കൂടുന്നത്. എന്നാൽ ഈ 1 കിലോ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് പോയ ആള് ചിലപ്പോ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ ഭക്തി കുറവാണെങ്കിൽ ഭഗവാന് വലുത് ഈ ഒരു ആപ്പിൾ ആണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല, നിനക്ക് അതുണ്ടോ നിനക്ക് ഇതുണ്ടോ എന്നൊന്നും ഭഗവാൻ നോക്കുന്നില്ല. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഭക്തിയാണ്. കാരണം നമ്മുടെ ഈ ലൈഫ് നമ്മുടെ കർമ്മം കാരണമാണ് നമുക്ക് ഓരോ ജീവിതവും കിട്ടുന്നത്. അപ്പൊ അതില് എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെ നമുക്ക് തരുന്നതാണ്. അതിനൊക്കെ മാറ്റാനും നമുക്ക് ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ നാമം ജപിക്കും. ഇവിടെ സാളഗ്രാമം എന്നറിയാതെ പോലും ആ കല്ല് പോലും സാളഗ്രാമമായി മാറി. ആ വെറും ഒരു ചെറിയ കല്ല് പോലും സാളഗ്രാമമായി മാറി. അപ്പൊ ഭഗവാന്റെ ഭക്തിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം ഭക്തി അങ്ങോട്ടേക്ക് കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും. ഹരേ കൃഷ്ണ.